ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ സാമ്പാർ വെക്കാൻ കേട്ടോ. പരിപ്പ് കുറച്ചേ ഉണ്ടായിരുന്നില്ല, ആ ഇല്ല പരിപ്പ് ഞാൻ കുക്കറിലിട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുക്കറിൽ വെച്ച ശേഷം പിന്നെ ഞാൻ ചെയ്യുന്നത് വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്യട്ടോ. ഇത് രാവിലെ എഴുന്നേറ്റ പാടില്ല പരിപാടിയാണ്. വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് പിന്നെ ഒരു പാൻ ഗ്യാസിലേക്ക് വെച്ചിട്ട് അതിൽ കടുകിട്ട് പൊട്ടിച്ചിട്ട് വെജിറ്റബിൾ എല്ലാം വഴറ്റിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വെജിറ്റബിൾ വഴറ്റിയെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ വെന്ത് കിട്ടും. മീൻസ് കുക്കറിലാകുമ്പം എനിക്ക് കൂടുതലായിട്ട് തക്കാളി, വെണ്ടക്ക, സവോള, അതുപോലെ തന്നെ വഴുതിന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവുക. ബാക്കിയുള്ളത് മീൻസ് വെജിറ്റബിൾ മേടിച്ച് മാസം ലാസ്റ്റ് ആകുമ്പോൾ ബാക്കി പിന്നെ ക്യാരറ്റ്. അപ്പോൾ ഇതിലൊക്കെയാണ് ഞാൻ സാമ്പാർ വെക്കുന്നത് തന്നെ. അപ്പോൾ അതൊന്നും പെട്ടെന്ന് ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കടുകൊക്കെ പൊട്ടിച്ച് വഴറ്റിയെടുത്ത് അതിൽ പിന്നെ വെജിറ്റബിൾ ഇട്ട് വഴറ്റി കഴിഞ്ഞ ശേഷം പൊടികളിട്ട് വഴറ്റും. എന്നിട്ട് അതിൽ പരിപ്പ് വേവിച്ചതെല്ലാം ഒഴിച്ചിട്ട് അങ്ങനെ തിളപ്പിക്കുകട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ആക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് സാമ്പാർ നമ്മൾ വറുത്തരച്ചതിൻ്റെ അതേ രുചി തോന്നാറുണ്ട്. പൊടികളെല്ലാം ഇങ്ങനെ ഇട്ട് വഴറ്റി അതിൽ ഇടുമ്പോഴേക്ക് നല്ല വറുത്തരച്ച സാമ്പാറിൻ്റെ രുചിയാട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ദോശ ചൂടലാണ്. അപ്പോൾ ദോശ എന്ന് പറയുന്നത് പച്ചരി ഇല്ല, റേഷൻ കടയിൽ നിന്ന് പച്ചരി കിട്ടാനില്ല. അതുകൊണ്ട് പൊടി മേടിച്ചത് രാവിലെ അരച്ച് അതിൻ്റെ കൂടെ ഉള്ളിയും അതേപോലെ തന്നെ തേങ്ങയും ഇച്ചിരി ചോറും കൂട്ടി അരച്ചിട്ടാട്ടോ ദോശ ചൂടുന്നത്. അപ്പോൾ രാവിലത്തെ ദോശയാണ്. സാമ്പാർ അതിനും കൂട്ടാം, ഉച്ചക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. അതിനൊക്കെ വേണ്ടിയിട്ട് 2 കറി ഒപ്പിച്ചാട്ടോ. പക്ഷേ പിന്നെ വേറെ ഒന്നും ആക്കിയിട്ടൊന്നുമില്ല. ഞാനും ദിയമോളും എല്ലാം സാമ്പാർ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അച്ചാറെടുത്തു. ദിയമോള് പക്ഷേ അച്ചാറൊന്നും എടുത്തില്ല, അവൾക്ക് അച്ചാർ ഇഷ്ടമല്ല, 20 ആയതുകൊണ്ട്. അപ്പം ഞാനിതാ ദോശ ചുട്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നേരെ എൻ്റെ പരിപാടി എന്ന് വന്നത് ഡ്രസ്സ് ചെയ്യലൊക്കെ കേട്ടോ. കാരണം 8 മണിയാകുമ്പോഴേക്ക് ഇവിടുന്ന് 7:45 ആകുമ്പോഴേക്കെങ്കിലും ഇവിടുന്ന് ഇറങ്ങണം. 8 മണിയാകുമ്പോൾ അവിടുന്ന് പഞ്ച് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നേരെ റെഡിയാവാൻ പോവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ചായ കുടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നേരെ പുറപ്പെട്ട് ഓഫീസിലേക്ക് പോകട്ടോ ചെയ്യാം. ഇന്ന് ഞാൻ പോകുമ്പോഴും ആനുവൽ ഡേക്ക് ഇട്ട ഡ്രസ്സാട്ടോ ഇട്ടിട്ടുള്ളത്. കുറേ ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ആണ്, അതിൻ്റെ പിറ്റേ ദിവസം തന്നെയല്ല. അപ്പോൾ ആ ഡ്രസ്സെല്ലാം ഇട്ട് അതുപോലെ തന്നെ ഏകദേശം അതേ ഡ്രസ്സ് തന്നെ ഇട്ട് അതേ കമ്മലെല്ലാം ഇട്ടിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഞാൻ റെഡിയായി. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പെട്ടെന്ന് വിട്ടു. കാരണം പെട്ടെന്ന് വിടാൻ കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ലേറ്റാണ്. അപ്പോൾ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇത് അവിടെ 8 മണിക്ക് മുന്നേ എത്തി പഞ്ച് ചെയ്ത് ഞാൻ ഓഫീസിൽ കയറി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.